എല്ലാവരും അറിഞ്ഞ വാർത്തയാവും. മുരളീധര സുരേന്ദ്ര പക്ഷത്തെ വെട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തരെ മാത്രം ഉൾപ്പെടുത്തി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് BJP എന്നുള്ള വാർത്ത. പുതിയ ഭാരവാഹി പട്ടികയിൽ 10 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും 10 സെക്രട്ടറിമാരുമാണുള്ളത്. അത് മുൻ അധ്യക്ഷൻ V മുരളീധരൻ, K സുരേന്ദ്രൻ എന്നിവരുടെ അനുയായികളെ വെട്ടി നിരത്തിക്കൊണ്ടാണ് പുതിയ പട്ടിക വന്നത്. പക്ഷേ ഈ വാർത്ത ഏറ്റവും കൂടുതൽ വേദന മറ്റൊരാൾക്ക് ഉണ്ടായി എന്നാണ് സന്ദീപ് വാര്യർ വിലയിരുത്തുന്നത്. എന്നെ മറന്നു പോവല്ലേ എന്ന് ഓർമ്മിപ്പിക്കാൻ സന്ദീപ് വാര്യറിനെ ഉപദേശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു ആ ചേച്ചി രംഗത്ത് വന്നു. അതിന് മറുപടിയായി കൊടുത്തത് സന്ദീപ് വാര്യർ ഒരു കളിയാക്കലും പരിഹാസവുമാണ്. അതായത് നമ്മുടെ പപ്പി ചേച്ചി പത്മജ ചേച്ചി കൊടുത്ത ഉപദേശം ഇങ്ങനെ. അതായത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയൊരു അധ്യായം തന്നെയാണ് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന K കരുണാകരന്റെ മകളുടെ ഒരു ചരിത്രം എന്നുള്ളതും അവരുടെ ഒരു കുടുംബ രാഷ്ട്രീയം എന്നുള്ളതും. അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഈ പത്മജ ചേച്ചി ഒരു തുറന്ന കത്ത് എഴുതി. ഒരു രഹസ്യവും ഇല്ലാത്ത ആളായതുകൊണ്ട് അതങ്ങ് പോസ്റ്റായി രേഖപ്പെടുത്തി, അതും തൻ്റെ സ്വന്തം FB പേജിൽ. ഇപ്പോൾ ശരിക്കൊരു ഉപദേശം കൊടുക്കണമല്ലോ സന്ദീപ് വാര്യർക്ക്. ആ ഉപദേശം സന്ദീപ് വാര്യർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. എന്തായാലും ആ കത്ത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർക്ക്, 20 വർഷക്കാലത്തോളം BJP എന്ന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും BJPയെയും മരുന്ന് കഴിക്കുന്നത് പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾക്ക് ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വരും. കാരണം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പാളയത്തിലാണ്. പക്ഷേ തീർത്തും അന്തസ്സോ നിലവാരമോ ഇല്ലാത്ത പ്രസ്താവനകൾ നടത്താൻ താങ്കൾക്ക് ഇപ്പോൾ കഴിയുന്നത് കോൺഗ്രസ് കൂടാരത്തിൽ ആയതുകൊണ്ട് മാത്രമാകും. നിങ്ങളെ കോൺഗ്രസിലെ റീൽ ഷോ നേതാക്കൾ തോളിൽ കൈയിട്ട് കൊണ്ടു നടക്കുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി ഉയർത്താനോ ഉന്നമനത്തിനോ ഒന്നും അല്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയും. ഒരു സഹോദരനോട് പറയുന്ന വാക്കുകളായി താങ്കൾ ഇത് കരുതിയാൽ മതി. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജനാധിപത്യ മര്യാദയും അന്തസ്സുമാണ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്നത്. കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചൂടുചോറ് വാരിക്കുകയാണ്. നിലവിലെ ഷോ നേതാക്കളുടെ കരുനീക്കങ്ങൾക്ക് ബലിയേടാകുന്ന സന്ദീപ് വാര്യരോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത്. BJPയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി അതിരൂക്ഷമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഈ തരത്തിൽ U-ടേൺ അടിക്കുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ ജനിച്ചു വീണത് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലാണ്. ഈ പാർട്ടിയിലെ ഒട്ടുമിക്ക നേതാക്കളുടെയും തനിനിറം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തു വന്നതിന് ശേഷവും വിമർശനങ്ങളിൽ മാന്യത കാണിച്ചിട്ടുണ്ട്. ഒരാൾക്കെതിരെ വ്യക്തിഹത്യ നടത്താൻ BJP എന്ന പ്രസ്ഥാനം എന്നെ നിർബന്ധിച്ചിട്ടില്ല. പലരെയും കുറിച്ച് പലതും പറയാനുണ്ട്. പക്ഷേ ഞാൻ കാണിക്കുന്ന സംയമനത്തെ എൻ്റെ ദൗർബല്യമായി ആരും കാണരുത്. കോൺഗ്രസിൽ വെളുക്കെ ചിരിച്ചു നടക്കുന്ന പല നേതാക്കളുടെയും മുഖം മൂടി വലിച്ചു കീറാൻ പാകത്തിനുള്ള തെളിവുകൾ ഉണ്ട് എൻ്റെ പക്കൽ. പക്ഷേ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന എൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. സന്ദീപിന് പക്ഷേ അതില്ല. കഷ്ടം തന്നെ. എനിക്ക് ബോധ്യമുണ്ട്. സന്ദീപിന് പക്ഷേ അതില്ല. കഷ്ടം തന്നെ ചേച്ചി. പക്ഷേ ഈ ഒരു തുറന്ന കത്തിന് താഴെ തൻ്റെ മനസ്സിലുള്ളത് വീക്ഷണവും കുറിക്കാൻ സന്ദീപ് വാര്യർ മറന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മുൻപേ കണ്ടതാണ്. ഇതിന് ഈ മറുപടിയെ പത്മജ അർഹിക്കുന്നുള്ളൂ. താങ്കളുടെ വാക്കുകളിലുണ്ട് താങ്കൾ ജനിച്ചു വീണു വന്ന സാഹചര്യവും താങ്കൾ മത്സരിച്ച കാര്യം. പക്ഷെ താങ്കൾ പറയാൻ മറന്നുപോയി. ഇത്തരത്തിൽ മുഖംമൂടി ഇട്ടിട്ടുള്ളവർക്കിടയിൽ എന്തിനാണ് താങ്കൾ ഇത്രയും കാലം നിന്നതും തന്ന സീറ്റ് സ്വീകരിച്ച് മത്സരിക്കാൻ തയ്യാറായതും? ഒട്ടും അധികാരക്കൊതി ഇല്ലാത്ത ഒരാളാണെന്ന് താങ്കൾ തന്നെ പറയാതെ പറയുകയാണ് ഈ പോസ്റ്റിലൂടെ. അപ്പോൾ ചേച്ചി തന്നെയാണ് അടുത്ത ഒരു ഗവർണർ എന്നുള്ള ഒരു ശ്രമമാണ് എന്ന് വാദിച്ച് കഴിയുന്ന കമന്റുകളും ഇതിന് താഴെയുണ്ട്. അതായത് ചേച്ചിക്ക് ഒരു ഗവർണർ പദവിയോടാണ് സ്നേഹം. ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാണാനുള്ള അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവ് താങ്കൾക്കില്ല എന്നാണ് താങ്കളുടെ ഈ കത്തിന് താഴെയുള്ള കമന്റുകൾ തന്നെ പറയുന്നത്. പക്ഷെ സന്ദീപ് വാര്യർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കമന്റിനല്ല, പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന BJP-കാരിയുടെ തുറന്ന കത്തിന്. അതിങ്ങനെ: പ്രിയപ്പെട്ട പത്മജ ചേച്ചിക്ക് കത്ത് കിട്ടി. ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു.
പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ചേച്ചി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു. ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താല്പര്യമെങ്കിൽ പണ്ട് UDF ഭരണകാലത്ത് KTDC ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കരുതി ചേച്ചിയെ പോലെ മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പടിപടിയായി BJPയുടെ വിവിധ തലങ്ങളിൽ എത്തിയതാണ്. അവിടെ ഉണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനവിക വിരുദ്ധ സംഘപരിവാർ പ്രത്യാശയത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മതനിരപേക്ഷ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എറണാകുളത്ത് മനോരമ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. കോൺഗ്രസിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ്. കൂടാതെ UDFിലെ മറ്റ് പാർട്ടികളിലെ പ്രവർത്തകരും എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എന്നെ സഹപ്രവർത്തകനായല്ല, കൂടപ്പിറപ്പായാണ് UDF പ്രവർത്തകർ പരിഗണിക്കുന്നത്. ചേച്ചിയുടെ കത്തിലെ ഒരു വാചകം എന്നെ വല്ലാതെ ഹർഷപുളകിതനാക്കി. ചേച്ചി തെറ്റ് തിരുത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ചേച്ചി എനിക്കെതിരെ ആരോ എഴുതി തന്ന ഒരു പോസ്റ്റ് ഇട്ടു എന്നതിൽ ഞാൻ 2019 മാത്രം BJPയിലേക്ക് കടന്നു വരികയും സൂത്രപ്പണിയിലൂടെ മുകളിൽ എത്തുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞിരുന്നു. ഈ പോസ്റ്റിൽ എൻ്റെ 20 വർഷക്കാലത്തെ BJP പ്രവർത്തനത്തെ അംഗീകരിച്ചതിലും തെറ്റ് തിരുത്തിയതിലും എനിക്ക് നന്ദിയുണ്ട്. കോൺഗ്രസിൽ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മുന്നിൽ നിന്നിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോരാട്ടങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു വർഷക്കാലത്തിൽ അധികമായി BJP അംഗമായ ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലപീരങ്കിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ? ഒരു സമര പ്രക്ഷോഭത്തിൽ എങ്കിലും BJP പ്രവർത്തകർക്കൊപ്പം അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ? കേസിൽ പ്രതിയായിട്ടുണ്ടോ? ചേച്ചി മാത്രമല്ല, അധികാരപക്ഷത്തുള്ളതിന്റെ പേരിൽ മാത്രം BJPയിൽ ഭാഗ്യാന്വേഷികളായി എത്തിയ ദേശീയ മുസ്ലിം അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി, ടോം വടക്കൻ ഇവരിൽ ആരെങ്കിലും BJPയുടെ കൊടിയെടുത്ത് സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സാധാരണ പ്രവർത്തകർക്കൊപ്പം ജലപീരങ്കിയോ പോലീസ് മർദ്ദനമോ ഏറ്റുവാങ്ങിയോ? ഇല്ലല്ലോ. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ നിങ്ങളെപ്പോലെ വർക്ക് ഫ്രം ഹോം അല്ല, വർക്ക് ഫ്രം ഫീൽഡാണ്. ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതായത് ദിവസത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഞാൻ കൃത്യമായി എൻ്റെ പ്രതികരണം രേഖപ്പെടുത്തും. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നടത്തിയ ഏത് പ്രതികരണമാണ് ചേച്ചിയെ പ്രകോപിപ്പിച്ചത് എന്ന് സൂചിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൃത്യമായി തരാമായിരുന്നു. പാകിസ്ഥാൻ ചാരവനിത PR വർക്കിങ്ങിന് വേണ്ടി വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസം കാസർഗോഡ് എത്തിച്ച സംഭവത്തിന്റെ പേരിൽ ഞാൻ നടത്തിയ പ്രതികരണമാണ് അതിൽ എന്താണ് തെറ്റുള്ളത്? മറ്റുള്ളവർക്ക് മുഴുവൻ രാജ്യദ്രോഹ ചാപ്പയടിക്കുന്ന BJP നേതാക്കൾ പാക് ചാരവനിതയ്ക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിയത് തുറന്നു കാണിക്കുക തന്നെയാണ് വേണ്ടത്. എന്തായാലും കോൺഗ്രസിലെ എൻ്റെ ഭാവി സംബന്ധിച്ച് ചേച്ചിക്ക് ആശങ്ക വേണ്ട. കാരണം ഞാൻ പൊതുപ്രവർത്തകനാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്നവനാണ്, സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലും ആത്മവിശ്വാസമുള്ളവനാണ്. റെക്കമെൻഡേഷനിൽ അല്ല, മെറിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലിച്ചവനാണ്. ചേച്ചിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു, നല്ല ഭാവി ആശംസിക്കുന്നു. ഈ നല്ല ഭാവിയിൽ എന്തോ സന്ദീപ് വാര്യർ കുത്തി പറയുന്നത് പോലെ തോന്നി. എങ്ങനായാലും പത്മജയ്ക്ക് വയറ് നിറഞ്ഞു കാണുമെന്നാണ് വിചാരിക്കുന്നത്.